എല്ലാവർക്കും സ്പൈസ് ട്രഷേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് കേക്കിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഞാൻ പഞ്ചസാരയും മൈദയും ഒന്നും യൂസ് ചെയ്തിട്ടില്ല, മുട്ടയും യൂസ് ചെയ്തിട്ടില്ല. ഇതിന് പകരം ഞാൻ ഗോതമ്പ് മാവും പിന്നെ പഞ്ചസാരയ്ക്ക് പകരം ഷുഗർ ഫ്രീ നാച്ചുറയുടെ നമ്മൾ ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഡയറ്റ് ഷുഗർ എന്നും പറയും. അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ടോട്ടലി ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ മുട്ട യൂസ് ചെയ്തിട്ടില്ല, എഗ്ലെസ് കേക്കാണ്. പിന്നെ ഞാനിത് ഓവൻ ഇല്ലാതെയാണ് ബേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇച്ചിരിയെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് വെളിയിൽ ഔട്ട്ഡോർ ആയിട്ട് ഇൻട്രോ ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ടെറസിലാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയ നോയ്സ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഗോതമ്പ് മാവ് വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ്. എല്ലാം 1/4 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. ഇത് 2 കളറിലുള്ള ട്യൂട്ടി ഫ്രൂട്ടി, പിന്നെ 1/4 കപ്പ് ബദാം, 1/4 കപ്പ് മുന്തിരി, പിന്നെ ഇത് ഓറഞ്ച് ആണ്. ഇത് ഉണക്ക ഓറഞ്ച്. ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഇത് ഞാൻ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് ഇടാൻ പോകുന്നത്. ഇത് ഞാൻ 2 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഡേറ്റ്സ്, പിന്നെ കാഷ്യൂ നട്ട്സ്. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വേണ്ടത് ഒരു 1/4 കപ്പ് ഉണക്ക മുന്തിരിയാണ്. 1/4 കപ്പ് കൂടുതലുണ്ട്. ഇത് ക്യാമറ ഫോക്കസ് ആവുന്നില്ല, ഒരു മിനിറ്റ്. നോക്കൂ, ഈ മുന്തിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നതാണ്. സോ നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. അപ്പം ഞാൻ ഈ ഓറഞ്ചിന്റെ പീസസ് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഞാൻ ഈ കേക്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ ഇതിന് മുന്നത്തെ പ്ലം കേക്കിന്റെ വീഡിയോയിൽ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്താണ് കാണിച്ചത്. പക്ഷേ ഈ കേക്കിൽ ഞാൻ സോക്ക് ചെയ്യുന്നില്ല. അതിന് പകരം ഗോതമ്പ് പൊടിയിലൊന്ന് കോട്ട് ചെയ്താണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ട് കോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ആദ്യം ഞാനിവിടെ കറുത്ത മുന്തിരിയാണ് ഇടുന്നത്. ഇത് കുരുവില്ലാത്ത കറുത്ത മുന്തിരിയാണ്. പിന്നെ ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ്. ഇപ്പം എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സിലും നന്നായിട്ട് ഇതിങ്ങനെ കോട്ടാകണം. കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, എന്നാലേ എല്ലാം നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പം ഞാൻ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഗോതമ്പ് മാവും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാത്തിനും നന്നായിട്ട് ഈവനായിട്ട് കോട്ടായിട്ടുണ്ട്. നോക്കൂ, ഇങ്ങനെ ചെയ്താലേ ഇത് എല്ലായിടത്തും നമ്മളുടെ കേക്കിൽ എല്ലായിടത്തും ഇത് സ്പ്രെഡായിട്ട് കിടക്കുള്ളൂ. കറക്റ്റായിട്ട് നമുക്ക് ആ കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ആക്കി എടുക്കുക. കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുക, എന്നാലേ ശരിയാവുള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഇനി ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു അരിപ്പയിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്ത് വെച്ചിരുന്നത്. നെക്സ്റ്റ് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത്. ഇത്രയാണ് ആഡ് ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. ഒരു 3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ എണ്ണയും പാലും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിലാകും ഇത് ബീറ്റ് ചെയ്തെടുക്കുമ്പം. ഞാൻ സാധാരണ ഒരു വിസ്ക് വെച്ചാണ് ചെയ്തത്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. ഇനി നെക്സ്റ്റ് നമുക്കിതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 1/4 ടീസ്പൂൺ മതിയാകും. പിന്നെ ഈ കേക്കിൽ നമ്മൾ മുട്ട ചേർക്കുന്നില്ല, എഗ്ലെസ് ആണ്. ഇനി ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഇതിലേക്ക്
അരിച്ചു വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാര്യം ഇടാൻ വിട്ടുപോയി. ഇത് ഞാൻ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടുള്ളൂ, ബാക്കി ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഇതാണ് ചേർക്കാൻ പോകുന്നത്. ഇത് ഷുഗർ ഫ്രീ നാച്ചുറയുടെ ഡയറ്റ് ഷുഗർ ആണ്. ഇത് സാധാരണ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരും പിന്നെ ഡയബറ്റീസ് ഉള്ളവരും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ പഞ്ചസാരയ്ക്ക് പകരം യൂസ് ചെയ്യുന്ന മധുരമാണിത്. അപ്പോൾ ഇത് ഒട്ടും കാലറി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഇതിൻ്റെ ടാബ്ലറ്റ്സും കിട്ടും, പിന്നെ ഇതുപോലെ പൗഡറും കിട്ടും. അപ്പം ഞാൻ ഇതൊരു 2 സ്പൂൺ ചേർക്കുന്നുണ്ട് ഇതിനകത്തേക്ക്. അപ്പോൾ ഒരു മധുരം ഉണ്ടാവും. നിങ്ങളിത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഡ്രൈ ഫ്രൂട്ട്സിന് തന്നെ ഒരു മധുരം ഉണ്ട്. ഞാനിത് ജസ്റ്റ് ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കൊരു 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ടാബ്ലറ്റ്സും കിട്ടും, അത് നിങ്ങൾക്കൊന്നും ഇങ്ങനെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാൻ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ ഇച്ചിരി മധുരം കിട്ടും കേക്കിന്, പക്ഷെ ടോട്ടലി ഓപ്ഷണലാണ്. ഇതെല്ലാം മെഡിക്കൽ സ്റ്റോറിൽ ഈസിലി അവൈലബിൾ ആണ് ഈ സാധനം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. അപ്പം ഞാനിവിടെ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കിതിലേക്ക് ഒരു 1/2 കപ്പിൽ കൂടുതൽ പാൽ ചേർക്കേണ്ടി വന്നു, കാരണം ഗോതമ്പ് മാവ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് പാൽ അബ്സോർബ് ആവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 1/2 കപ്പ് പാലിൽ കൂടുതൽ വേണ്ടി വന്നു ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കാനായിട്ട്. നിങ്ങളത് മിക്സ് ചെയ്യുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക, കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കാനായിട്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബാറ്ററുമായിട്ട്. ഞാൻ ഈ കേക്കിൽ പഞ്ചസാര ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഡ്രൈ ഫ്രൂട്ട്സിന് ചെറിയ മധുരം ഉണ്ടാവും, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇത്രയും ആവശ്യമില്ലെങ്കിൽ കുറയ്ക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, കേക്ക് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിന്ന് കേക്ക് ഉണ്ടാക്കുന്നത് ഒരു സാധാരണ ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ്. ഞാൻ കേക്ക് മൗൾഡ് അല്ല എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ കേക്ക് ബാറ്റർ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ കേക്ക് ബാറ്റർ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്, ഓവനിലല്ല, കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 തൊട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് ഇത് വെച്ച് കൊടുക്കും. എന്നിട്ടിത് ബേക്ക് ആയതിനു ശേഷം കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ചെറി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഡെക്കറേഷനായിട്ട്. അപ്പോൾ 45 മിനിറ്റിന് ശേഷം കേക്ക് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തിട്ട് ഡീമോൾഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ നമ്മുടെ കേക്ക് തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നോക്കൂ, ഞാനിത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നല്ല ഈവനായിട്ട് സ്പ്രെഡായിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.